പുളിഞ്ചി ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ആവശ്യത്തിന് പുളി എടുക്കണം. ഞാൻ കുറച്ച് പുളിയേ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കുതിർത്ത് അത് നല്ലപോലെ കുതിർത്തി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പും ചേർക്കണം. ആവശ്യാനുസരണം ഉപ്പ്, കുറേയൊന്നും ഉപ്പ് വേണ്ട, ശർക്കരയും കൂടി ചേർക്കുന്നതാണ്. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക. തിളച്ച് വന്നു കഴിയുമ്പോൾ ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ശർക്കരയ്ക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. നല്ലപോലെ ഇതുപോലെ കുറുകി വന്നതിന് ശേഷം അത് വാങ്ങി വയ്ക്കുക. എന്നിട്ട് പാനോ ചീനച്ചട്ടിയോ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 3-4 വറ്റൽ മുളക്, എൻ്റെ അടുത്ത് ഈ മുളകാണുള്ളത്, അതാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ കറിവേപ്പിലയും ആഡ് ചെയ്യണം. അതിനുശേഷം ഇഞ്ചി, കുനുകുന അരിഞ്ഞ ഇഞ്ചി, വളരെ ചെറുതായി അരിയാൻ പറ്റി, പൊടിയായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അതുപോലെ എടുക്കുക. നല്ലപോലെ ഇഞ്ചി വേണേ. അതുകൂടാതെ തന്നെ ഞാനൊരുവിടെ 8-10 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഈ ഒരു പാകമായി കഴിയുമ്പോൾ കുറുക്കി വെച്ച പുളിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. നമ്മൾ സദ്യക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടുമേ. ഇത് കുറച്ച് മധുരമൊക്കെ കൂട്ടിയാണ് എടുക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകം ഇഷ്ടപ്പെടും. സദ്യക്കൊക്കെ വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇതാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ.